കള്ളപ്പേരിൽ പരസ്പരം ആളറിയാതെ ഇന്റർനെറ്റിൽ പ്രണയസല്ലാപം നടത്തി ഒടുവിൽ നേരിൽ കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ച ആങ്ങളയുടെയും പെങ്ങളുടെയും കഥ പറയുന്ന വീഡിയോ കണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും പരിഭ്രാന്തരാവുകയും കുട്ടികൾക്ക് ഇന്റർനെറ്റ് നിരോധിക്കുകയും ചെയ്തിരിക്കുമല്ലോ. ഒരു അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും കൗമാരപ്രായക്കാരായ 2 കുട്ടികളുടെ അച്ഛനും എന്ന നിലയ്ക്ക് ഇതിനെപ്പറ്റി എനിക്ക് ചിലത് പറയാനുണ്ട്. വലിയ തിരക്കില്ലെങ്കിൽ ശ്രദ്ധിക്കുമല്ലോ. വീഡിയോയിൽ തിരിച്ചറിയാത്ത ഒരു പ്രതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പ്രതി മറ്റാരുമില്ല, മകന് പാലുമായി വന്ന് നെറ്റിയിൽ വാത്സല്യപൂർവ്വം തലോടിയ അമ്മ തന്നെ. മറ്റൊരു പ്രതിയായ അച്ഛൻ ഒളിവിലാണ്. സ്വന്തം കുട്ടികൾ എന്തു ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരു ധാരണയുമില്ലാത്ത അച്ഛനമ്മമാരുടെ എണ്ണം പെരുകുകയാണല്ലോ. വീട് വിട്ടാൽ സ്കൂൾ വിട്ടാൽ വീട് എന്ന നിലയിൽ ബ്രോയിലർ കോഴികളെ പോലെയാണല്ലോ പലരും ഇന്ന് കുട്ടികളെ വളർത്തുന്നത്. മൊബൈലും ഇൻ്റർനെറ്റും അവരെ ആധുനിക യുഗത്തിൽ എത്തിക്കുന്നില്ല. വീട്ടിലായാലും സ്കൂളിലായാലും നിലവിലുള്ളത് പഴയ ഫ്യൂഡൽ ചിട്ടകൾ തന്നെ. സ്വന്തം ക്ലാസ്സിലേതല്ലാത്ത എതിർ ലിംഗത്തിൽപ്പെട്ട കുട്ടികളോട് സംസാരിച്ചാൽ ഫൈനിടുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾ ഇന്നും കേരളത്തിലുണ്ട്. നിങ്ങൾ കണ്ടതുപോലുള്ള വീഡിയോകൾ പടച്ചുവിടുന്നതിൽ മലയാളി മനസ്സിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന യന്ത്രവിരോധത്തിനും ഒരു പങ്കുണ്ട്. മൊബൈലും ഇൻ്റർനെറ്റും ഇബിലീസുകളാണെന്ന് വിചാരിക്കുന്നവരിൽ പഴയ തലമുറക്കാർ മാത്രമല്ലല്ലോ ഉള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ആഫീസുകളിൽ ആദ്യമായി കമ്പ്യൂട്ടർ ഏർപ്പാടാക്കിയപ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തവരിൽ ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. TV-യിലെ സീരിയൽ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ആദി പിടിച്ച് ആസ്പത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്നവർ തന്നെയാണ് മുതിർന്ന കുട്ടികളെപ്പോലും മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതാണ് ഏറ്റവും രസകരം. വീഡിയോ കണ്ട് നമ്മൾ ഞെട്ടിയത് അഗമ്യഗമനത്തെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തിലുള്ള ഉറച്ച ധാരണ കാരണമായിരിക്കാം. എന്നാൽ എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഇതായിരുന്നില്ല സ്ഥിതി. പുരാതന ഈജിപ്ഷ്യൻ രാജവംശങ്ങളിൽ ഓരോ തലമുറയിലും രാജാധികാരം കൈയാളുന്നവർ സ്വന്തം ആങ്ങളെയോ പെങ്ങളെയോ തന്നെയാണ് വിവാഹം ചെയ്തത്. നമ്മുടെ നാട്ടിൽ തന്നെ തമിഴ്നാട്ടിൽ അമ്മാവൻ മരുമകളെ കല്യാണം കഴിക്കുന്ന പതിവ് ചില ജാതിക്കാർക്കിടയിലെങ്കിലും ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇൻ്റർനെറ്റിലെ അബദ്ധങ്ങളെക്കാൾ എത്രയോ ഭീകരമാണല്ലോ ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഏതാനും വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച PA മുഹമ്മദ് കോയയുടെ സുറുമയിട്ട കണ്ണുകൾ എന്ന ചെറുകഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതേ പേരിൽ അതേ കഥയെ ഉപജീവിച്ച് S. കൊന്നനാട്ട് സംവിധാനം ചെയ്ത സിനിമ? ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് വായിക്കുകയോ കാണുകയോ ചെയ്യേണ്ടതാണ്. അറബിക്കല്യാണം എന്ന പേരിൽ ഇപ്പോൾ അപൂർവമാണെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സാധാരണയായ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. വ്യാപാരത്തിന് അറബി നാടുകളിൽ നിന്ന് വരുന്നവർ നാട്ടുകാരായ സ്ത്രീകളെ കല്യാണം കഴിച്ച് ഏതാനും ആഴ്ചകൾ അവരോടൊപ്പം ചെലവിട്ട ശേഷം മൊഴി ചൊല്ലുന്ന ഒരു ഏർപ്പാടായിരുന്നു ഇത്. ഇങ്ങനെയുള്ള ബന്ധങ്ങളിലുണ്ടാവുന്ന കുട്ടികൾ അച്ഛനില്ലാതെ അനാഥരായി വളരുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഇങ്ങനെ അനാഥയായി വളർന്ന ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം അറബി നാട്ടിൽ നിന്ന് വന്ന തൻ്റെ വാപ്പയ്ക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകനെ തന്നെ വിവാഹം ചെയ്യുന്നതാണ് ഈ ചെറുകഥയിലെ ഒരു ഉപകഥ. ഇൻ്റർനെറ്റും മൊബൈലും ഒന്നുമില്ലാതിരുന്ന പഴയ സുവർണകാലത്തും പ്രണയവും ഒളിച്ചോട്ടവും അവിഹിതഗർഭവും അനാഥത്വവും പെൺവാണിഭവും ഉണ്ടായിരുന്നു. ഇന്ന് ഇവയെല്ലാം വല്ലാതെ കൂടിയിരിക്കുന്നു എന്ന് കാണിക്കുന്ന കണക്കുകളില്ല. ഉണ്ടെങ്കിൽ തന്നെ മൊബൈലോ ഇൻ്റർനെറ്റോ അല്ല പ്രതികൾ. എല്ലാം വിൽപ്പന ചരക്കാക്കുകയും നമ്മളെയെല്ലാം ആക്രാന്തികളാക്കുകയും ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ് പ്രതി. ഇതുവരെ നിങ്ങൾ കണ്ട ഈ വീഡിയോ കൊണ്ട് മറ്റു പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും ആക്രാന്തമുള്ളവർ എന്ന അർത്ഥത്തിൽ ആക്രാന്തികൾ എന്ന ഒരു പുതിയ വാക്ക് കണ്ടുപിടിക്കാനും നിങ്ങൾക്കത് പറഞ്ഞു തരാനും ഇതെന്നെ സഹായിച്ചിട്ടുണ്ട്. മലയാള ഐക്യവേദിക്കാർ ഈ വീഡിയോ ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു.